ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ വലിയ നെട്ടലോടുകൂടിയാണ് ഈ റിപ്പോർട്ടിനെ കാണുന്നതെന്നാണ് പല പ്രമുഖരും പ്രതികരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 15 പേരുടെ പേരുകൾ പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ AYFിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതീകാത്മക കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള നടന്മാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പീഡകന്മാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ്. ഇത്രയധികം പതിറ്റാണ്ട് കാലത്തോളം ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമാ നടിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇവരെ പൊതുസമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് AYF ആവശ്യപ്പെടുന്നു. അതുപോലെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ, ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലുള്ള ഈ മേഖലയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് AYF ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരമുള്ള നിയമ നടപടികൾ ആരംഭിക്കണമെന്ന് തന്നെയാണ് ആവശ്യം. അതെ, റിപ്പോർട്ടിൽ പ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സഹോദരിമാർക്ക്, ഞങ്ങൾ അവരെ സഹോദരിമാരായിട്ടാണ് കാണുന്നത്, ആ സിനിമാ ഫീൽഡിൽ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചുകൊണ്ട് അടിയന്തരമായി അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് AYFും കേരള മഹിളാ സംഘവും ആവശ്യപ്പെടുന്നത്. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും ഈ പേരുകൾ പുറത്തു വരുന്നത്. ഈ പേരുകൾ പുറത്തു വരുന്നത് ഇപ്പൊ 15 പേരുടെ പേരാണ്. ആ നടന്മാരുടെ പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ AYF ആവശ്യപ്പെടുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അത് പുറത്തു വന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന സമീപനം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സമൂഹത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ അരങ്ങേറുന്നത്. പാലക്കാടാണ് മലയാള സിനിമാ നടിമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് AYFിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതീകാത്മക കോലം കത്തിച്ചുകൊണ്ടാണ് AYFിന്റെ പ്രവർത്തകർ ഇന്ന് പാലക്കാട് പ്രതിഷേധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പേരുകൾ പുറത്തു വരുന്നത് വരെ, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടുള്ള ആളുകൾക്കെതിരെ നടപടികൾ വരും വരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.